നമസ്കാരം. ഞാൻ ഡോക്ടർ തൃഷ്ണ, മെഡിക്കൽ ഡയറക്ടർ, ചീഫ് ഫിസിഷ്യൻ, സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ, ട്രിവാൻഡ്രം. ഒരുപാട് പേരെങ്കിലും നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോഴത്തേക്ക് പലപ്പോഴും ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നത് തന്നെ ടോയ്ലറ്റിൽ പോകാനുള്ളൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. മലബന്ധം തന്നെയാണ്. പക്ഷേ മലബന്ധത്തിനെ പറ്റി ഒരുപാട് വീഡിയോകളും ഒരുപാട് ലിറ്ററേച്ചറും നമ്മുടെ സോഷ്യൽ മീഡിയകളിലും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും പേഷ്യൻസ് വരുമ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആണ്. എന്തുകൊണ്ടാണ് എൻ്റെ ഒരു മലബന്ധം പല ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. ഞാൻ ഹൈ ഫൈബർ, അതായത് ഒരുപാട് നാരുള്ള ഭക്ഷണം കഴിക്കുന്നു. ഞാൻ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട്. സമയാസമയങ്ങളിൽ ഭക്ഷണം ആക്കിയിട്ട് പോലും എനിക്കൊരു റിസൾട്ട് കിട്ടാത്തത് എന്താണ്? എന്തുകൊണ്ടാണ് എൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ചികിത്സ ശരിയാവാത്തത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ടാണ്, എത്ര തരമുണ്ട് എന്നൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. മലബന്ധം എന്ന് പറഞ്ഞാൽ നേരത്തെയും വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹാർഡായിട്ട് വളരെ കട്ടിയായിട്ടുള്ള മലം പോവുക, പോകാതിരിക്കുക. ഒരു 3 ദിവസത്തിൽ കുറവ് ഒരാഴ്ചയിൽ മലം പുറത്തേക്ക് പോകണമെങ്കിൽ അത് നാച്ചുറലി കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്ന് പറയും. പക്ഷേ ഇതിനെക്കാട്ടിലും ഉപരി പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? ഇതൊരു സിംപ്റ്റം പോലെ നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ. അത് 2 തരമുണ്ട്. ഒരു ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ, പിന്നെ മൾട്ടി ഫാക്ടോറിയൽ. ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഭക്ഷണത്തിൽ നാര് കുറഞ്ഞ ഭക്ഷണം, കൂടുതലും ജങ്ക് ഫുഡ്, മൈദ ഉള്ള ഫുഡ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ നാരില്ലാത്ത, അപ്പോഴാണ് നമ്മുടെ ഈ ലിറ്ററേച്ചറിൽ ഒരുപാട് 5 വൈറ്റ്സ് അല്ലെ 5 തരം വൈറ്റ് ഉൽപ്പന്നങ്ങൾ, അതായത് നമ്മുടെ പാല്, പച്ചരി, ഉപ്പ്, പഞ്ചസാര, ഇതെല്ലാം ഒരു എന്താ പറയുന്നത്, ഒരു നെഗറ്റീവായിട്ട് മൈദ പോലത്തുള്ള പൗഡേഴ്സ്, ഇതെല്ലാം നമുക്കൊരു നാര് കുറഞ്ഞൊരു ഭക്ഷണം അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇതിലുപരി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാം. പല ആൾക്കാർക്കും ഇപ്പോൾ വൈറ്റ് കോളർ ജോബ്സ്, അതായത് അവർ മേശപ്പുറത്തിരുന്ന് ജോലി ചെയ്യുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, രാവിലെ വന്നിരിക്കുന്നു, ഓഫീസിലിരിക്കുന്നു, വൈകുന്നേരം ഒരു 8 മണിക്കൂറോളം ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. മിക്കവർക്കും കാറുണ്ട് അല്ലെങ്കിൽ സ്കൂട്ടറുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നടക്കുന്നത് കുറവാണ്. നമ്മൾ പാർക്കിംഗ് ലോട്ടിൽ കൊണ്ട് വണ്ടി ഇടുന്നു, കയറി വരുന്നു, ലിഫ്റ്റുള്ള ബിൽഡിംഗ് ആണെങ്കിൽ ലിഫ്റ്റിൽ കയറുന്നു. വളരെ വിരളമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇപ്പോൾ സ്റ്റെപ്പൊക്കെ ഉപയോഗിക്കാറുള്ളൂ. നമ്മളിപ്പോൾ മോൾസിൽ പോയാലും മിക്കയിടത്തും എസ്കലേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റ് ഉണ്ടാവും. അത് തന്നെയായിരിക്കും മിക്കവരും ഉപയോഗിക്കുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും നമ്മുടെ മൂവ്മെൻറ്റ് കുറവാണ്. നമ്മുടെ ശരീരത്തിലുള്ള മാംസപേശികൾക്കുള്ള ഒരു ചലനം വളരെ കുറഞ്ഞിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആന്തരിക അവയവങ്ങളിലുള്ള മാംസപേശികളുമുണ്ട്, സ്മൂത്ത് മസിൽ, അവയുടെയും ചലനം കുറയും. അപ്പോൾ ഇതും കാരണം നമുക്ക് പലപ്പോഴും മലബന്ധം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നമ്മുടെ വാ മുതൽ നമ്മുടെ മലദ്വാരം വരെയുള്ള ഹോൾ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ അതിൻ്റെ വാൾസ്, അതിൻ്റെ ഭിത്തികളെല്ലാം സ്മൂത്ത് മസിൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ മാംസപേശിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം അത് കോൺട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാനോ സാധിക്കില്ല. ഇൻവോളണ്ടറി ആണ്. അതായത് നമ്മുടെ തലച്ചോറിൽ നിന്നുള്ള ഒരു സിഗ്നൽ കൊണ്ട് മാത്രമേ ഇതിലുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളും പലപ്പോഴും നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്ട്രെസ്സ് ഉള്ള ഒരവസരത്തിൽ വളരെയധികം ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തിക്ക് കാലക്രമേണ ഈ മാംസപേശികളുടെ ചലനം കുറഞ്ഞു വരുന്നു. കാരണം നമ്മളെ ഒട്ടുമിക്ക 90% ഓഫ് ദ പീപ്പിൾ, 90% ആൾക്കാർക്കും സ്ട്രെസ്സ് ഓറിയന്റഡ് ആയിട്ട് എപ്പോഴും സിമ്പത്തറ്റിക് ഓവർ ഡ്രൈവ് എന്ന് പറയും. അതായത് നമ്മുടെ തലച്ചോറിൽ നിന്ന് വരുന്ന ഒരു തരം നെർവസ് സിസ്റ്റം ആണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൂട്ടുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ഹാർട്ട് റേറ്റ്, ഹൃദയത്തുടിപ്പ് കൂട്ടുന്നു, ബ്ലഡ് പ്രഷർ കൂട്ടുന്നു. ഇത് സിമ്പത്തറ്റിക് സിസ്റ്റം നമ്മുടെ ആക്റ്റീവ് ആക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അത് തരണം ചെയ്യാനായിട്ട് നമ്മൾ റെഡിയാക്കുന്നതാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. പക്ഷെ പലപ്പോഴും നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുക. ഒന്നുകിൽ നമുക്ക് സമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. അതെല്ലാം നമ്മുടെ ബോഡി പെർസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് അതിനെ സെൻസ് ചെയ്യുന്നത് ഒരു ത്രെറ്റ് ആയിട്ടാണ്, ഒരു പ്രശ്നമായിട്ടാണ്. അത് പരിഹാരം കാണാനായിട്ട് ബോഡി അല്ലെങ്കിൽ മൈൻഡ് തയ്യാറാവുന്നതാണ് ഈ സിമ്പത്തറ്റിക് ആക്ടിവേഷൻ. അപ്പം ആ സമയത്ത് തന്നെ എന്ത് പറ്റുന്നു, പാരസിമ്പത്തറ്റിക്, നമ്മുടെ ഈ സിമ്പത്തറ്റിക്കിനെ കുറയ്ക്കുന്ന ഒരു മെക്കാനിസമാണ് പാരസിമ്പത്തറ്റിക്. അപ്പോൾ പാരസിമ്പത്തറ്റിക് അധികം പ്രവർത്തിക്കുന്നില്ല, നമുക്ക് റെസ്റ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് നമ്മുടെ ദഹന പ്രക്രിയ വളരെയധികം കുറഞ്ഞു വരുന്നു. കാരണം സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ദഹിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ രക്തം നമ്മുടെ ഹൃദയത്തിലും ശരീരത്തിൻ്റെ മാംസപേശികളിലേക്കുമാണ് ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്, സ്കെലറ്റൽ മസിലിലേക്ക്. പക്ഷേ
ഒരു നമുക്ക് ഡൈജഷൻ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ദഹനം, അതിൻ്റെ ആഗിരണം എല്ലാം നടക്കണമെങ്കിൽ ഈ ഒരു എന്താണ് ബ്ലഡിൻ്റെ ഫ്ലോ കൂടുതൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ വയറ്, കുടലുകളിലേക്കെല്ലാം ചെല്ലണം. അപ്പം സിമ്പത്തറ്റിക് ഓവർഡ്രൈവ് ഉള്ള സമയത്ത് ഇത് നടക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഡൈജഷൻ പ്രോസസ്സ് വളരെയധികം കുറയും. ഡൈജഷൻ കുറയുന്നതോടൊപ്പം തന്നെ മോട്ടിലിറ്റി, മൂവ്മെൻറ്റും കുറയും. കാരണം അവിടെ നമ്മുടെ പ്രവർത്തനം ശരിക്ക് നടക്കുന്നില്ല. അപ്പോൾ അതും കോൺസ്റ്റിപ്പേഷൻ ഒരു കാരണമാകാം. മൂന്നാമത് നമ്മൾ ഡെഫിനറ്റ്ലി ഡീഹൈഡ്രേഷൻ, നമ്മൾ അധികം വെള്ളം കുടിക്കുന്നില്ലെങ്കിലും അത് കോൺസ്റ്റിപ്പേഷനിലേക്ക് നയിക്കാം. അപ്പോൾ അതിനൊക്കെ നമ്മൾ വേണ്ടുന്ന സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, ധാരാളം ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, അല്ലേ? അറ്റ്ലീസ്റ്റ് കുറച്ച് നേരമെങ്കിലും ഒരു ദിവസം നടക്കാം. നമ്മളെല്ലാവർക്കും ജിമ്മിൽ പോകാൻ പറ്റില്ല, എല്ലാവർക്കും എല്ലാ ദിവസവും ഒരുപാട് എക്സസൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് നടക്കുമെങ്കിലും ഒരു 10 to 15 മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 40 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഡെയിലി നടക്കാനായിട്ടുള്ളൊരു ശീലം ഉണ്ടാക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല മൊത്തമുള്ള ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. പക്ഷേ ഇത് മാത്രമല്ല നമ്മളെ അലട്ടുന്ന പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല കാരണങ്ങൾ കൊണ്ട് മലബന്ധമുണ്ടാകാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റെസ്റ്റൈനിൽ, അതായത് നമ്മുടെ ചെറുകുടലിലെ ഒരു കെമിക്കൽ ന്യൂറോ ട്രാൻസ്മിറ്റർ കുറവാകുന്നതുകൊണ്ടാണ്. സെറോട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇതിൻ്റെ പ്രവർത്തനം എന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് ഇതൊരു വേവ്, പെരിസ്റ്റാൾസ് എന്ന് പറയും, ഈ ഒരു വേവി മോഷനിലാണ് ഭക്ഷണം താഴേക്ക് പോകുന്നത്, വയറിൽ നിന്ന് കുടലിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ സെറോട്ടോണിൻ്റെ അഭാവം മൂലം ഈ കോൺട്രാക്ഷൻ, അതായത് ഈ മാംസപേശികളുടെ കോൺട്രാക്ഷൻ ശരിക്കും നടക്കാതാവുകയും ഈ ഭക്ഷണം പ്രോപ്പറായിട്ട് ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൂടെ മൂവ് ചെയ്യാതെയും പോകുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിൽ പലപ്പോഴും നമുക്ക് അതവിടെ തന്നെ ഉറഞ്ഞിരിക്കുകയും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് സെറോട്ടോണിൻ നമുക്ക് കൂട്ടാൻ പറ്റുക? അത് ഞാൻ അതിലേക്ക് ടുവേർഡ്സ് ദി എൻഡ് വരാം. സെക്കൻഡ് കാരണം നമുക്ക് എന്താ പറ്റുന്നത്? അപ്പോൾ ഡിക്രീസ് ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി, അതായത് നമ്മുടെ വയറിൻ്റെയും കുടലുകളുടെയും മൂവ്മെൻറ്റ് കുറയുന്നത് സെറോട്ടോണിൻ്റെ കുറവ് കൊണ്ടാകാം. രണ്ടാമത്തെ കാര്യം എന്താ സംഭവിക്കുന്നത്? നമുക്ക് ദഹനത്തിനുള്ള ആവശ്യത്തിനുള്ള ആസിഡ് സെക്രീഷൻ ഇല്ല. ഇതെങ്ങനെ ഉണ്ടാകും? ചില ആൾക്കാർക്ക് ജന്മനാ കുറച്ച് ആസിഡ് സെക്രീഷൻ കുറവായിരിക്കും, നമ്മുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ട്. പക്ഷേ മിക്കവർക്കും നമ്മുടെ ജീവിതശൈലിയിൽ നിന്നാണ് ഈ പ്രശ്നം വരുന്നത്. ഒന്ന്, നമുക്ക് എന്തെങ്കിലും ഒരു വയറിനൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക്, കുട്ടിക്കാലത്താണെങ്കിലും ഈവൻ അഡൾട്ട്ഹുഡിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ജെലൂസിൽ വാങ്ങി കുടിക്കും, എന്തെങ്കിലും ആൻറ്റാസിഡ്സ് വാങ്ങി കുടിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ ആസിഡ് സെക്രീഷനെ കാലകാലങ്ങൾ കൊണ്ട് കുറയ്ക്കുന്നു. മൂന്നാമത്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തതാണ്, എച്ച് പൈലോറി എന്ന് പറഞ്ഞൊരു ബാക്ടീരിയയുടെ പ്രസൻസിൽ ഇനീഷ്യലി ആ ബാക്ടീരിയ ഒരു ആസിഡ് സെക്രീഷൻ കൂട്ടും, അത് ട്രിഗർ ചെയ്യുമെങ്കിൽ കാലക്രമേണ അത് ഈ ആസിഡിനെ കുറയ്ക്കും. കാരണം അതിന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആസിഡിൻ്റെ സെക്രീഷനെ കുറയ്ക്കുന്നു. അപ്പോൾ എച്ച് പൈലോറി ഉണ്ടെങ്കിൽ ലോങ് ടേം ആയിട്ട് എല്ലാവർക്കും ആസിഡ് സെക്രീഷൻ കുറവായിരിക്കും. പിന്നീട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിന് സ്റ്റിമുലൻസ് ഇല്ലെങ്കിൽ, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഇൻഗ്രീഡിയൻസ് ശരിയല്ലെങ്കിൽ അത് നമ്മുടെ ആസിഡ് സെക്രീഷനെ കുറയ്ക്കും. ഇനി ആസിഡ് സെക്രീഷനെ കുറയ്ക്കുന്ന ഒരു കണ്ടീഷന് ഹൈപ്പോക്ലോർഹൈഡ്രിയ എന്നാണ് പറയുക. അപ്പോൾ ഇത് സംഭവിച്ചാൽ എന്ത് പറ്റും? ആസിഡ് എന്തിനാണ് നമുക്ക് വേണ്ടത്? നമുക്ക് എന്ത് മാംസം നമ്മൾ കഴിച്ചാലും അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡൈജഷൻ നമ്മുടെ വയറിലാണ് നടക്കുന്നത്. ഈ ആസിഡിൻ്റെ ഈ ആസിഡ് ഉള്ള സ്ഥലത്ത് നമ്മുടെ പെപ്സിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഇതിനെ ആക്ട് ചെയ്ത് ഇതിനെ കട്ട് ഡൗൺ ചെയ്യണം. ചെറുതാക്കിയാൽ മാത്രമേ ഇതിനെ ദഹിപ്പിച്ച് നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ വലിയൊരു മോളിക്യൂളാണ്. അതിനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് മാത്രമേ ശരീരത്തിന് വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ പ്രോസസ്സ് അവിടെ നടക്കില്ല. അപ്പോൾ തന്നെ നമുക്ക് മാംസജം പല ആൾക്കാരും കംപ്ലയിൻറ്റ് ചെയ്യുന്നത് അവർ മാംസം, പയറ്, പരിപ്പ്, കടല ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര വയറിന് പ്രശ്നമാണ് എന്ന് പറയാറുണ്ട്, അല്ലെ? വീർത്ത് കിട്ടുന്നു, പെട്ടെന്നങ്ങ് വല്ലാണ്ടാവുന്നു എന്നൊക്കെ പറയുന്നത് മോസ്റ്റ് ലൈക്ലി ഈ ഒരു ആസിഡ് സെക്രീഷൻ കുറവുള്ളവരും അത് ദഹിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ഈ മാംസജം. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ഈ ദഹിപ്പിച്ച്, അതായത് നമ്മുടെ വയറിനകത്ത് ദഹനപ്രക്രിയ കുറച്ച് നടന്ന് അത് കഴിയുമ്പോഴത്തേക്ക് ചെറുകുടലിൽ എത്തുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ കരളീന്ന് ബൈൽ എന്ന് പറയുന്നൊരു സെക്രീഷൻ ഉണ്ടാകും. ഈ ബൈലിൻ്റെ റോൾ എന്താണ്? ബൈലിൻ്റെ മൾട്ടിപ്പിൾ റോൾസ് ഉണ്ട്. എങ്കിലും ബൈല് നമ്മുടെ ഭക്ഷണത്തിലുള്ള കൊഴുപ്പിനെ, അതിനെ എന്താ പറയുക, ഒരു ഇമൾസിഫിക്കേഷൻ എന്ന് പറയുക പ്രോസസ്സിന്, അതിനെ കവർ ചെയ്ത് അതിനെ ചെറുതാക്കി ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമാക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബൈല് കുറവാണെങ്കിലും നമ്മുടെ ഈ കൊഴുപ്പ്, നമ്മുടെ ഭക്ഷണത്തിലുള്ള കൊഴുപ്പ് ദഹിപ്പിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ പലപ്പോഴും നമുക്കറിയാം നമ്മുടെ വയറിനകത്ത് ഒത്തിരി ആസിഡാണുള്ളത്, പക്ഷേ കുടലിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആൽക്കലൈൻ, കുറച്ചുകൂടെ pH വ്യത്യാസം വരുന്നു. അപ്പോൾ ആ പ്രോസസ്സ് എല്ലാം ഈ ബൈൽ ഇല്ലെങ്കിൽ
അത് പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പം സ്വാഭാവികമായിട്ടും അവിടെയുമുണ്ട് നമ്മുടെ ദഹനം. അത് അന്നജമായിക്കോട്ടെ, മാംസജമായിക്കോട്ടെ, കൊഴുപ്പായിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം പ്രക്രിയ ശരിക്കും നടക്കാതെ നോർമലായി പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഒരു വലിയൊരു മോളിക്യൂളിനെ കട്ട് ചെയ്ത് ചെറുതാക്കേണ്ട ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ അത് നടക്കുന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ശരീരത്തിന് വലിച്ചെടുക്കാൻ സാധിക്കില്ല. രക്തത്തിലേക്ക് വലിച്ചെടുക്കാൻ സാധിക്കില്ല. അതവിടെ അടിയും. പിന്നെ ബാക്കി ദഹന സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് മുന്നോട്ട് പോകും. അപ്പം മൂവ്മെന്റ് കുറവാണ്. പിന്നെ ഈ ആസിഡ് കുറവാണ്. പിന്നെ മൂന്നാമത് നമ്മുടെ ഈ ബൈൽ ആസിഡ്സ് കരളിൽ ഒഴുകി വരണ്ടേ. അപ്പോൾ കരളിൽ ഒഴുകി വരാതിരിക്കുന്നതിന് കാരണം എന്താണ്? ഒന്ന് കരളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം മദ്യപിക്കുന്നവരാണെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും കരളിനകത്ത്, ഹെപ്പറ്റൈറ്റിസ് അല്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മൂന്നാമത് ഇനി ചില സമയത്ത് ഈവൻ ചില വൈറൽ ഇൻഫെക്ഷൻസ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ ഒരുപാട് കൊഴുപ്പ് ഭക്ഷണം കഴിക്കുന്നവർക്കും സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാവും. കരളിൽ കൊഴുപ്പ് അടിഞ്ഞിട്ട് വീണ്ടും ഈ സെക്രീഷൻസ് കുറയുന്ന അവസ്ഥ. രണ്ടാമത് നമ്മുടെ ഈ ബൈൽ ആസിഡ്സ് നമ്മുടെ കരളിലുണ്ടാക്കുന്ന സെക്രീഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിലാണ്. അപ്പം അതിൽ കല്ലോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിലോ കോളിലിത്തീസിസ് എന്ന് പറയും. അപ്പം അതുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോളിസിസ്റ്റൈറ്റിസ് ഉണ്ടെങ്കിൽ വീണ്ടും ഈ ബൈലിൻ്റെ സെക്രീഷൻ ഉണ്ടാവുകയില്ല. അപ്പം അതും നമ്മുടെ ഈ ദഹനത്തെ ബാധിക്കും. ഇതും നമ്മുടെ മലബന്ധത്തിന് ഒരു കാരണമായി വരുന്നു. കാരണം സ്വാഭാവികമായിട്ട് ദഹനം ശരിക്കും നടന്നിട്ടില്ല. നോർമലായിട്ട് ദഹനം നടക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മലബന്ധത്തിന് ബുദ്ധിമുട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പം ഈ 3 പ്രക്രിയ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പല ആൾക്കാർ ഈവൻ വളരെയധികം നാര് കഴിച്ചാലും വെള്ളം കുടിച്ചാലും ശരി, കുറച്ച് എക്സസൈസ് ചെയ്താൽ ഈ കാര്യങ്ങളും കൂടെ കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് മലബന്ധം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പലരിലും സാധിക്കുകയുള്ളൂ. എൻ്റെ ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് പേഷ്യൻസ് പറയാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നാരുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്, ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കഴിക്കുന്നുണ്ട്, എന്നിട്ടും എനിക്ക് മലബന്ധമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തീർച്ചയായിട്ടും സസ്പെക്റ്റ് ചെയ്യുന്നത് ഈ 3 കാരണങ്ങളിൽ ഒന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനെന്താണ് നമുക്ക് പ്രതിവിധി? ഫസ്റ്റ് തന്നെ നമ്മളൊരു സെറോട്ടോണിൻ്റെ കാര്യം പറഞ്ഞു. സെറോട്ടോണിൻ എന്ന് പറഞ്ഞൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ കുടലിനകത്തും അത് ഉണ്ടാക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലച്ചോറുമായിട്ട് കണക്റ്റഡ് ആണ്. കാരണം നമ്മുടെ തലച്ചോറിലെ പല പ്രവർത്തനങ്ങൾക്കും, പ്രത്യേകിച്ച് ഹാപ്പിനെസ്, ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നതെല്ലാം ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഒരു പ്രസൻസ് കൊണ്ടാണ്. അപ്പം അതില്ലാത്തവർക്ക് വളരെ മൂഡ് കുറവായിരിക്കും. ഇപ്പോൾ ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, നമുക്ക് പഴം ഈസ് എ വെരി ഗുഡ് സോഴ്സ് ഓഫ് ഈ സെറോട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പഴം ധാരാളം നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം. അതുകൊണ്ടായിരിക്കും പണ്ടത്തെ ആൾക്കാരൊക്കെ അറ്റ്ലീസ്റ്റ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പഴമെങ്കിലും കഴിക്കണം. എൻ്റെ അച്ഛനൊക്കെ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പഴം കഴിക്കുമായിരുന്നു. ഒരെണ്ണമെങ്കിലും കഴിക്കുമായിരുന്നു. അപ്പോൾ പഴം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. പിന്നെ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, അയ്യോ പഴം കാർബോഹൈഡ്രേറ്റ് അല്ലേ, ഞാൻ വണ്ണം വെക്കുമോ? നമ്മളെപ്പോഴും ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ബാലൻസ് ആണ് അല്ലേ? അപ്പോൾ ഒരു പഴം കഴിച്ചതുകൊണ്ട് നമ്മൾ വണ്ണം വെക്കുകയില്ല, ആസ് ലോങ് ആസ് നമ്മൾ ബാക്കി ഡയറ്റെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത് നമുക്ക് സിമ്പിളായിട്ട് ഈ ബൈൽ ആസിഡ്സിൻ്റെ സെക്രീഷൻ നല്ലവണ്ണം സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ മധുരക്കിഴങ്ങ് വേവിച്ചിട്ട് അതിൽ കുറച്ച് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കഴിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ബൈൽ കെട്ടിക്കിടക്കുന്ന ആ ബൈലിനെ സെക്രീഷൻ അത് ഒഴുകി വരാനും അത് ഈ ഭക്ഷണത്തിനോടുകൂടെ മിക്സ് ചെയ്ത് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ആസിഡ് സെക്രീഷൻ നമുക്ക് കുറവാണ് അല്ലേ? അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട്, പൈലോറി ഇൻഫെക്ഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ട്രീറ്റ് ചെയ്യണം ഫസ്റ്റ്. പക്ഷെ അത് കൂടാണ്ട് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ആസിഡ് കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആപ്പിൾ സൈഡർ വിനിഗർ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കുടിക്കാം വെറും വയറ്റിൽ. അപ്പോൾ അത് നമ്മുടെ ആസിഡ് സെക്രീഷനെ ട്രിഗർ ചെയ്യും. അത് ആസിഡ് ഒഴുകി വരാനായിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ ഇത് കൂടാണ്ട് ആസിഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിങ്കാണ്. പലയിടത്തും നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ഈ സിങ്കിന് വളരെയധികം റോളുണ്ട് ഈ ആസിഡ് സെക്രീഷൻ ഉണ്ടാക്കാൻ. അപ്പോൾ സിങ്ക് ഉള്ള ഫുഡ് ധാരാളം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അത് നല്ലൊരു ഉദാഹരണം നട്ട്സാണ്. പിന്നെ നോൺ വെജ് സോഴ്സസിൽ ഷെൽ ഫിഷ്, നമ്മുടെ കൊഞ്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഓയിസ്റ്റർ ഇതുപോലെയൊക്കെ ഉള്ളത് നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് പലപ്പോഴും നമ്മൾ പറയുന്ന വേറൊരു കാര്യം എന്താണ്? നമ്മുടെ ഗട്ട് ബാക്ടീരിയ അല്ലേ? നല്ല രീതിയിലുള്ള ബാക്ടീരിയകൾ നമ്മുടെ വയറിനകത്തും അല്ലെങ്കിൽ വൻകുടലിനകത്തും ചെറുകുടലിനകത്തും ഒക്കെ ഉണ്ടെങ്കിൽ
വയറിനകത്ത് വളരെ വിരളമാണ്. കാരണം ആസിഡ് മീഡിയത്തിലും അധികം ബാക്ടീരിയകൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. പക്ഷേ ചെറുകുടലിലും വൻകുടലിലും ആവശ്യത്തിലധികം നോർമൽ കമൻസാൽ ബാക്ടീരിയ എന്ന് പറയും. അതുണ്ടെങ്കിൽ തന്നെ അവയും നമ്മുടെ ദഹന പ്രക്രിയനെ ഹെൽപ്പ് ചെയ്യും, എൻഹാൻസ് ചെയ്യും. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ബാക്ടീരിയനെ ഡെവലപ്പ് ചെയ്യണം. ഇനി ഈ ആസിഡ് സെക്രീഷൻ കുറയുന്നതിന് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. എന്ത് പറ്റും? ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നല്ലൊരു തിളച്ചൊരു വെള്ളം മാതിരിയാ അല്ലേ? അതിലേക്ക് ബാക്ടീരിയ ചെല്ലുമ്പോൾ അതെല്ലാം നശിച്ചു പോകും. ഇനി ആ ഒരു ആസിഡ് അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ വൻകുടലിൽ നിന്നുള്ള ചില ബാക്ടീരിയകൾ തിരിച്ച് നമ്മുടെ ചെറുകുടലിലേക്ക് വരികയും സിബോ സ്മോൾ ഇൻറ്റെസ്റ്റൈനൽ സ്മോൾ ഇൻറ്റെസ്റ്റൈനൽ ബാക്ടീരിയൽ ഡിസ്ബയോസിസ് ഉണ്ടാക്കും. ഓവർ ഗ്രോത്ത്. അപ്പം ഈ ഒരു കണ്ടീഷനും ഉണ്ടാവാൻ നമുക്ക് സാധ്യതയുണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഒന്ന് മറ്റേതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം ആസിഡ് കുറവാണ്, അതുകൊണ്ട് നമുക്ക് സിബോ ഉണ്ടായി. അപ്പം എന്ത് പറ്റും? നമുക്ക് ചിലപ്പം കോൺസ്റ്റിപ്പേഷൻ ഓറിയന്റഡ് ആകാം. നമുക്ക് മലബന്ധം ഓറിയന്റഡ് ആയിട്ടുള്ള ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാകാം. അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് ചിലപ്പോൾ അതായിരിക്കും. അത് കഴിയുമ്പോൾ റിവേഴ്സ് ചെയ്തിട്ട് അത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഡയറിയ ടൈപ്പായിട്ട് മാറാം. ഇങ്ങനെ നമ്മളപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാകും. ഇതെന്താണ് എൻ്റെ ഉള്ളിൽ നടക്കുന്നത്? എനിക്ക് ചില സമയത്ത് കോൺസ്റ്റിപ്പേഷനാണ്, എനിക്ക് ചില സമയത്ത് ഡയറിയ ആണ്. അപ്പോൾ അത് ഡെഫിനിറ്റായിട്ട് ഒരു മെഡിക്കൽ എക്സ്പേർട്ടിൻ്റെ ഗൈഡൻസോടുകൂടി തന്നെ ചെയ്യുക. പക്ഷേ സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ്. പിന്നെ സമയാസമയങ്ങളുള്ള ഭക്ഷണം, നാരുള്ള ഭക്ഷണം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വൻകുടലിലെ കാര്യം പറയുകയാണെങ്കിൽ വൻകുടലിലും ഈ പറഞ്ഞ കണക്ക് നമ്മൾ വെള്ളം വെള്ളത്തിൻ്റെ റീഅബ്സോർപ്ഷൻ എല്ലാം വൻകുടലിലാണ് നടക്കുന്നത്. ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സാധാരണ പറയുന്ന പല കാര്യങ്ങളും അതിൻ്റെ ഒപ്പം ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മലബന്ധം കുറെ കൂടെ ഒഴിവാക്കാൻ പറ്റും. കാരണം മലബന്ധം ഉള്ളിടത്തോളം കാലം അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണ്? നമുക്ക് പൈൽസിൻ്റെ അസുഖം വരും, അല്ലെ ഏനൽ ഫിഷേഴ്സ്. പിന്നെ മാത്രമല്ല ഇത് ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ടോക്സിൻസ് എല്ലാം പുറത്തേക്ക് പോയില്ലെങ്കിൽ അത് നമുക്ക് വേറെ രീതിയിലുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു നോർമൽ എക്സ്ക്രീഷൻ നന്നായിട്ട് നടക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പം വിത്ത് മെഡിക്കൽ സപ്പോർട്ട്, വിത്ത് ഗൈഡൻസ് തീർച്ചയായിട്ടും ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് നല്ലവണ്ണം തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ വി ക്യാൻ സ്റ്റാർട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.